മുള്ളംപന്നിയുടെ മുള്ള്. പാർക്ക് മാറ്റിയിട്ട് നരേന്ദ്രമോദി മൈസൂർ ശ്രീ. അങ്ങനെ ശ്രദ്ധയും ശ്രേയും റെഡിയായി, ഞങ്ങൾ റെഡിയായി. ശ്രദ്ധ. ഹലോ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയുടെ വളകാപ്പ്, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പുംസവനം എന്ന് പറയും, ആ ഒരു ചടങ്ങിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. വളരെ നന്നായിട്ട് ചടങ്ങൊക്കെ നടന്നു ഇല്ലേ? നന്നായിരുന്നില്ലേ? പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഫംഗ്ഷൻ നടന്നത് അനിതയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യമാകും. നമ്മൾ തന്നെ അല്ലെ, സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തറവാട്ട് വീട്ടിൽ നടത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു നല്ല ഒരു കാര്യം, ഒരു പുണ്യകർമ്മം എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെ ഒരു സംഭവം അവിടെ വെച്ച് നടത്താൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷം. അതായത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയ സമയത്തും ഇതുപോലെ വളകാപ്പ്, അല്ലെങ്കിൽ മലയാളത്തിൽ പുളികുളി എന്ന് പറയും, സീമന്തം എന്ന് പറയാറുണ്ട് ചിലര്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സമയത്തൊക്കെ ഞങ്ങളിരുന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ശ്രദ്ധയുടെ ഫംഗ്ഷൻ കണ്ടപ്പോഴാണ് ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്ന ചടങ്ങുകൾ എന്തിനായിരുന്നു എന്ന് അറിയാമായിരുന്നോ? ഒന്നും അറിയില്ല. നമ്മുടെ പുരോഹിതൻ വരും, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യും, ഇതൊന്നും അറിയില്ല ഞങ്ങൾക്ക്. എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞു. പക്ഷെ നല്ലൊരു കാര്യമാണെന്ന് മാത്രം അറിയാം അല്ലേ. അപ്പോൾ അത് എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ ഒരു കാര്യം കൂടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ കസ്റ്റമിനും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസണും കൂടെ ഉണ്ട് ഓരോന്ന് ചെയ്യുന്നതിനും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളിങ്ങനെ പറയും അത് ചെയ്താൽ ഇതൊക്കെ ചെയ്യുന്ന അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നവരുണ്ട്. അതല്ല കേട്ടോ. അന്ധവിശ്വാസം എവിടം വരെ ആകാം അത് നമ്മൾ തീരുമാനിക്കണം. ഒരുപാട് അവിശ്വസനീയമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് അന്ധവിശ്വാസമാകുന്നത്. അല്ലാത്തതെല്ലാത്തിനും നമ്മുടെ ഓരോ കാര്യങ്ങൾ ചടങ്ങ് ചെയ്യുന്നതിനും സയൻറ്റിഫിക് ആയിട്ടുള്ള ഓരോ റീസൺസ് ഉണ്ട്. അപ്പോൾ ആ റീസണും ഇതോടൊപ്പം നമ്മൾ പറയും, എന്തൊക്കെയാണ് ആ ചടങ്ങിൽ ചെയ്തതെന്ന് നമ്മൾ പറയും. ആദ്യം ഏതിൽ നിന്ന് തുടങ്ങാം? നമുക്ക് അവർക്ക് ഈ പ്രിപ്പറേഷൻസിന് തുടങ്ങാം അല്ലേ. മെഹന്തി, അതാണല്ലോ 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ മെഹന്തിയൊക്കെ ഇടും. ശ്രദ്ധയ്ക്കും ശ്രേയയ്ക്കും മാത്രമാണ് ഇത്തവണ മെഹന്തി ഇട്ടത്. അതോടൊപ്പം ഓരോന്നായിട്ട് നമുക്ക് കാണാം. ആദ്യം നിങ്ങൾ മെഹന്തി ഒന്ന് കണ്ടിട്ട് വരും. ഹലോ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഫങ്ഷൻ്റെ തയ്യാറെടുപ്പ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടെ മെഹന്തി ഇടാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ, ഹായ്. കൃഷ്ണയാണ് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മെഹന്തി ഇടുന്നതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ ആവാം കേട്ടോ. ശ്രദ്ധ. രണ്ടമ്മ, ഇതിൽ പാ, ഇവിടെ പാ. മാപ്പയാണോ അമ്മ അപ്പ എന്നുള്ളതാണോ? അമ്മ അപ്പയാണല്ലേ. വേണമെങ്കിൽ മാപ്പാന്ന് അങ്ങനെ എടുക്കാം അല്ലേ. നന്നായിട്ടുണ്ടല്ലേ മെഹന്തി ഇട്ടത്. ശ്രേയയ്ക്ക് ഇട്ടിട്ടുണ്ട്. கண்களெல்லாம் என்னை பார்ப்பது போல் ஒரு கலக்கமும் தோன்றதடே. இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி. நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடே. என்னவளே அடி என்னவளே தொலைத்து വിട്ടേൻ. രണ്ട് ക്യൂട്ട് കാലുകൾ കണ്ടോ. ഇവിടെ അടുത്ത കാല് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചൂടാ, ആ ഡോട്ടാണ് വിരലുകൾ. മരച്ചും കൂടെ കാണിക്കും. ഇവിടെ കാല്, ഇപ്പുറത്ത് മാപ്പ കാണിച്ചേ. മാപ്പ മാ പാ. മെഹന്തി ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ.
പിന്നെ ഈ ചടങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ചടങ്ങുകളായിട്ടാണ് ശരിക്കും ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. അതായത് 3-ാം മാസത്തില് വംശവനം, 6-ാം മാസത്തില് സീമന്തം, 8-ാം മാസത്തില് വിഷ്ണുബലി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് 7 കഴിഞ്ഞ് 8-ാം മാസം നടക്കുമ്പോഴാണ് നമ്മൾ ഈ വംശവനം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത്. ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഈ 3 തവണയും ചെയ്യുന്ന എല്ലാം 8-ാം മാസത്തിലെ ഈ വംശവനം എന്ന് പറഞ്ഞ ചടങ്ങില് നമ്മൾ ഇതെല്ലാം നടത്തും. അതൊക്കെ നമുക്ക് കാണാം വീഡിയോയിൽ. പിന്നെ അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഗോതമ്പ് കൊണ്ട് ഒരു മാല ഉണ്ടാക്കും. അത് എന്തിനായിരുന്നു? അത് ദേവമാതാവായിട്ടാണ് ഈ ഗർഭിണിയായിരിക്കുന്ന ലേഡിയെ നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ മഹാവിഷ്ണു ആണ് ഉദരത്തിലുള്ളത്. അപ്പോൾ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് കൊണ്ട് മാല ഉണ്ടാക്കി അമ്മയെ ധരിപ്പിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അമ്മയായിട്ട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഐതിഹ്യം. ഓക്കെ, അപ്പോൾ ആ ഗോതമ്പിൻ്റെ മാല ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. ഇനി അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ചടങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലാണ്. മെയിൻ ആയിട്ടുള്ള സാധനം ഒരു തട്ടത്തില് അഷ്ടമംഗല്യം, അതില് സാരി, നമുക്കിഷ്ടമുള്ള ആഭരണങ്ങൾ, അതെന്ത് വേണമെങ്കിലും കൊടുക്കാം. വരുന്ന ആൾക്കാരെല്ലാം ചടങ്ങ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്വീറ്റ്സ്. എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും നമ്മൾ സ്വീറ്റ്സ് ആണല്ലോ കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 തരത്തിലുള്ള സ്വീറ്റ്സ് ആണ് കൊടുക്കുക. അതായത് ഇവർക്ക് 5 ഐറ്റംസ് എന്താണെങ്കിലും അത് പ്ലേറ്റിൽ 5 എണ്ണം വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചെറിയൊരു ആൺകുട്ടിയെ അടുത്തിരുത്തും, ഒരു കൂട്ടിന് വേണ്ടി ഇരുത്തുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അത് ഞങ്ങളുടെ ഇതിൽ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ഫങ്ഷൻസിനും അങ്ങനെ ഒരു കുട്ടിയെ അടുത്തിരുത്താറുണ്ട്. ശ്രദ്ധയുടെ കല്യാണത്തിനൊക്കെ നിങ്ങൾ കണ്ടു കാണും. ശ്രദ്ധയുടെ തൊട്ടടുത്തൊരു കുട്ടിയിരുന്നു. അതുപോലെ അഭിമന്യുവിൻ്റെ അടുത്തൊരു ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ആൺകുട്ടിയാണ് ഇരുത്തുക. ഈ ആൺകുട്ടിക്കും ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് മുമ്പിൽ ഇങ്ങനെ ഒരു ഇലയിൽ വെക്കാറുണ്ട്. അത് കാണുന്നത് അവർക്കൊരു സന്തോഷമാണല്ലോ. ഈ മോൾക്ക് 5 സ്വീറ്റ്സ്, അവന് 3 എണ്ണം വെച്ചിട്ട് എല്ലാം വെക്കും. അത് കഴിഞ്ഞിട്ട് അവനും ഈ വരുന്ന ആൾക്കാരെല്ലാം ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. സ്വീറ്റ്സ് ഒക്കെ നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ കൊടുക്കാനുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. ശ്രദ്ധയ്ക്ക് മെഹന്തി ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ. അത് ശ്രദ്ധയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സ്വീറ്റ്സ് റെഡിയാക്കുകയാണ്. 5 ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ് വേണ്ടത്. അപ്പം രമേശേട്ടാ നമുക്ക് സ്വീറ്റ്സ് ഇതിലേക്ക് ഇടാം അല്ലേ? ഓക്കെ, അപ്പം ആദ്യം ജിലേബിയാണ് അല്ലേ? ജിലേബി ഞാൻ വൃന്ദാവനിൽ നിന്നാണ് സ്വീറ്റ്സ് മേടിച്ചത്. 15 എണ്ണം വെച്ച് വാങ്ങിച്ചു കേട്ടോ എല്ലാം. ഇത് മൈസൂർ പാവാണ് കേട്ടോ. എനിക്ക് അവരുടെ മൈസൂർ പാവ് ഭയങ്കര ഇഷ്ടമാണ് വൃന്ദാവൻ്റെ. രമേശേട്ടാ, ഈ മൈസൂർ പാക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ? പാക്ക് മാറ്റിയിട്ട് നരേന്ദ്രമോദി മൈസൂർ ശ്രീ. അടുത്തത് ലഡുവാണ്. ശ്രദ്ധയ്ക്ക് ഭയങ്കര ഇഷ്ടമായി മോത്തിച്ചൂർ ലഡു കേട്ടോ. അതങ്ങനെ തന്നെ വെച്ചു. കാജു കത്ലി കേറില്ല, ഇടയ്ക്ക് കയറ്റാൻ പറ്റുമായിരിക്കും നോക്കുമ്പോ. ബാദുഷ ശ്രേയയുടെ ഫേവറേറ്റ് ആണ്. ശ്രദ്ധയ്ക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈയിടെയായിട്ട് സ്വീറ്റ്സിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. പ്രായമാവും തോറും സ്വീറ്റ്സ് അമ്മൂമ്മയാവാൻ പോകുന്നു സ്വീറ്റ്സിനോട്. ഇന്ന് ശ്രേയ ഉണ്ടല്ലോ രമേശേട്ടാ, അവിടെ നിന്ന് ബൃന്ദാവനിൽ നിന്ന് ബാദുഷ വാങ്ങി എല്ലാം പാക്ക് ചെയ്ത് ഉള്ളിൽ വന്നപ്പോൾ ഇവിടെ എത്താറായപ്പോൾ പറയാം, അതിന് എടുക്കാൻ പാടില്ലല്ലോ അല്ലേ, എനിക്കിപ്പോൾ ബാദുഷ കഴിക്കാൻ കൊതിയാവുന്നു പറഞ്ഞിട്ട് ദേവിക്കൽ ജംഗ്ഷനിൽ വന്ന് അവിടെ ബെസ്റ്റ് ബേക്കേഴ്സിൽ കാറ് നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് 2 ബാദുഷ വാങ്ങിച്ചിട്ട് കഴിച്ചു. വല്ലപ്പോഴും കഴിക്കുള്ളൂ. സ്വീറ്റ്സ് അത്രയ്ക്ക് എപ്പോഴൊന്നും കഴിക്കാം. ഓക്കെ, അപ്പോൾ അതെ 5 കൂട്ടായി. ഇനി ഇതെങ്ങനെയാണ്
ഫങ്ഷൻ്റെ സമയത്ത് അവർ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഇനിയും കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട് നമ്മളെ. ഇനി ചടങ്ങിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അഷ്ടമംഗല്യം ആണ്, അത് നമ്മൾ കൊണ്ടുപോകും. തട്ടിൽ സാരിയാണ്, നല്ല കളറല്ലേ, നല്ല കോമ്പിനേഷൻ, ഭയങ്കര ഇഷ്ടമായി കോമ്പിനേഷൻ. ഇതാണ് ഞാൻ കൊടുക്കുന്ന സാരി, അഷ്ടമംഗല്യമാണ്, ചീപ്പ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മംഗൾസൂത്ര താലിയാണിത്. മഞ്ഞളിലിങ്ങനെ ചുവന്ന ചരട് കെട്ടിയിട്ട് അതാണ് ആദ്യം കല്യാണത്തിന് ആദ്യം ഇങ്ങനെ കെട്ടുക. അപ്പോൾ ഏത് ചടങ്ങുകൾ വന്നാലും സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് അഷ്ടമംഗല്യം കൊടുക്കുമ്പം ഈ ഒരു സംഭവം അതിൻ്റെ കൂടെ വെക്കും. ഇപ്പം നവരാത്രിക്കും ഒക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിനൊക്കെ ഇതെല്ലാം വെക്കാറുണ്ട്. അപ്പോൾ വള, ഇത് ചീപ്പ്, കൺമഷി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാരൻസിന് കുട്ടിക്ക് എന്താ ഇഷ്ടം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനൊരു മാല വാങ്ങിയിട്ടുണ്ട്, പാലക്കയുടെ ചെറിയൊരു നെക്ലസ് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുക. കഴിഞ്ഞ് നാളെ അവിടെ പോയിട്ട് ഇതെല്ലാം ഒന്നുകൂടി കാണിക്കാം. ശ്രേ എന്താ ചെയ്യണേ? ഞാനൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്യാണ്. അതായത് നാളെ നമ്മൾ ചടങ്ങിന്റെ സമയത്ത് ശ്രദ്ധയ്ക്ക് എന്തായാലും എല്ലാവരും ഓരോന്നും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പം നമ്മളിപ്പോൾ മാല നേരത്തെ കാണിച്ചു, അപ്പം അതിന്റെ കൂടെ ശ്രദ്ധയുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പം അവനും നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട്. അവന് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ ചോക്ലേറ്റ്. അത് പാക്ക് ചെയ്യാം. ഓ അങ്ങനെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക അല്ലേ? സെല്ലോ ടേപ്പ് ഇത് ഇങ്ങനെ വെക്കുമോ, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ. ഇത് നല്ല ഐഡിയ ആണല്ലോ. ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. എപ്പോ വാങ്ങിയതാ? നമ്മുടെ മ്യൂസിക് ക്യാമ്പിനൊക്കെ അല്ലേ, അതിനു വേണ്ടിയൊക്കെ. കുറച്ചിങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നോക്കട്ടെ. കൊള്ളാം, മതി. ഇങ്ങനെ ഒട്ടിച്ചാ പോരെ? ഇങ്ങനെ ഒട്ടിച്ചാ ചുറ്റുണ്ടല്ലോ, അങ്ങനെ കിടന്നാ മതി. ഡബിൾ ടേപ്പ് യൂസ് ചെയ്താൽ മതി ശരിക്കും. എന്തിനാ ഇതിങ്ങനെ ചാടിപ്പോതിരിക്കും. എന്ത് ചെയ്തു? ഒരു രണ്ട് സൈഡിൽ ഇങ്ങനെ വളച്ച്. ഓക്കെ, യെസ്, ഓക്കെ. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. അതെ, തുറൂർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ആരൊക്കെയാണ് വന്നത്, അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. നല്ല രസമുണ്ടായിരുന്നു വീട് കാണാൻ തന്നെ. കയറി പോകുമ്പോൾ തന്നെ ആ ഡോറിലെ ആ ഒരു അലങ്കാരവും, അതിനു മുമ്പ് വരാന്തയിൽ തന്നെ ആ ഒരു ബോർഡ്, കുംസവനം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് വീടാണെങ്കിൽ പോലും ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ബാക്കിൽ നല്ല ഒരു ബാക്ക്ഡ്രോപ്പ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഗണപതിയുടെ ഒരു ഇതൊക്കെ ആയിട്ട് ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗണപതിയൊക്കെ ആയിട്ട് നല്ലൊരു ബാക്ക്ഡ്രോപ്പൊക്കെ. പിന്നെ വീട് നല്ല സൂപ്പർ വീടാണ്. വീടിനകത്ത് തന്നെ ഒരു നല്ല ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല വീടാണ്. അപ്പോൾ അത് വീട്ടിലാരൊക്കെയാണ് വന്നത്, എന്താണ് അവിടുത്തെ പ്രിപ്പറേഷൻസൊക്കെ നോക്കിയിട്ട്, അതുപോലെ ശ്രദ്ധ ഒരുക്കുന്നതും ശ്രദ്ധയുടെ ഹെയർ സ്റ്റൈല്, ഞങ്ങളുടെ സാരീസ് അല്ലേ, അന്നത്തെ സാരീസ്, ഞങ്ങളുടെ ഹെയർ സ്റ്റൈല്, ശ്രേയയുടെ സാരി, പിന്നെ അബിയുടെ കുറേ നല്ല സുന്ദരികളായിട്ടുള്ള കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലേ? അതെ. ഇനി സാരി, നാളെ ഞാൻ ഉടുക്കാൻ പോകുന്ന സാരി ഇതാണ്. എന്നിട്ട് ശ്രേയയുടെ സാരി ഞാൻ കാണിക്കാം. ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ്, മെറൂണിൽ ക്രീം ബോർഡർ. നാളെ ഉടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. ശ്രേയ, അപ്പം നമുക്ക് ട്രാൻസിഷൻ വീഡിയോ ആയാലോ? ഓർണമെന്റ്സ് ഒക്കെ അവിടെ പോയിട്ടില്ല അല്ലേ? ഇതാണ് രമേശ് അന്നുവിൻ്റെ അറ്റയർ. ഇതൊരു ഷോർട്ട് കുർത്തയാണ് ഫാബിൻ്റെയുടെ. ഇഷ്ടമായോ രമേശ് അന്നു കുർത്ത? പോവാം പോവാം. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ വെള്ളത്തിന്. വേലി വെച്ചമാ
ഹായ് ശ്ര. അടിപൊളിയായല്ലോ. അത് കുഴപ്പമില്ല. വള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തു. ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം മാച്ചാണ് അല്ലേ? പക്ഷേ കുറച്ച് അതിനകത്ത് പക്ഷെ ഇതിന്റെ കളർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് തോന്നുന്നു. കല്യാണ പെണ്ണിനെ പോലെ ഉണ്ട്, സുന്ദരിയായിട്ടുണ്ട്, നല്ല ക്യൂട്ട് തക്കുടുവായത്. ശ്രദ്ധ ഒന്ന് സൈഡ് തിരിയോ, എന്നാലും വേറെ കാണും. ഒരു മിനിറ്റ് നിൽക്ക്, ബാക്ക് ഫുൾ കാണിക്കട്ടെ. നമ്മുടെ ദേവസേനയാണ്. ഇങ്ങോട്ട് വരൂ ദേവസേന. കൊള്ളാം കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധയുടെ അനിത മാവ്. അമ്മ എവിടെ? ഇന്നും ഇപ്പൊ വന്നിട്ട് പോയി. ഹലോ ഇന്നു. ഹായ്. അങ്ങനെ ശ്രദ്ധയും ശ്രേയും റെഡിയായി. രണ്ടുപേരും ഒന്ന് തിരിഞ്ഞ്. ഇതാണ്. ഇനി ഇങ്ങോട്ട് തിരിയൂ. കൊള്ളാം. കുർത്തയുടെ കളർ കണ്ടോ? ശ്രദ്ധയുടെ സാരിക്ക് മാച്ച്. കണ്ടില്ല അമ്മോക്കി.
ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് മദറും വന്നതിന്റെ ഒരു സന്തോഷം. അവർ രണ്ടുപേരും വന്നു അല്ലെ, രണ്ട് ഫാമിലിയിലും. എൻ്റെ അച്ഛനമ്മയും വന്നു, അനിതയുടെ അച്ഛനും അമ്മയും വന്നു. അവര് ഫുൾ ടൈം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരുന്നത്. അവര് ഫുൾ ടൈം അവിടെ ഇരുന്ന് ഈ ചടങ്ങ് മുഴുവൻ കാണുമായിരുന്നു, ചിരിച്ചോണ്ടിരുന്നിട്ട് ചടങ്ങ് കാണുമായിരുന്നു ഈ 4 പേരും. അത് ഭയങ്കര സന്തോഷം അവരെ എല്ലാരെയും കണ്ടപ്പോൾ. രോഹിണി അമ്മ വന്നു. അടുത്തത് ഇനി ഹോമമാണ്. ഹോമം ഇടുന്നത് എന്താന്ന് പറഞ്ഞാൽ എല്ലാ ചടങ്ങുകളിലും ഹോമം ഇടാറുണ്ട്. അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഹോമം ഇടുന്നത്. ഈ ചടങ്ങിനിടയിൽ ഹോമം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനും അതുപോലെ ധന്വന്തരി ആയിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനും അതോടൊപ്പം മൃത്യുഞ്ജയ മഹാദേവനെ പ്രീതിപ്പെടുത്താനും ആണ് ഈ ഹോമം ഇടുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ പൂജയും നടത്താറുണ്ട്. അപ്പോൾ ആ ഹോമം നടത്തുന്നതോടൊപ്പം തന്നെ സാളിഗ്രാമം വെച്ചിട്ട് ആണ് ലക്ഷ്മി നാരായണ പൂജയൊക്കെ നടത്തുന്നത്. ഏതൊരു നല്ല കാര്യത്തിനും മഞ്ഞൾ എന്ന് പറയുന്നത് ഇത് ഒരു പ്രധാന ഘടകമാണ് അല്ലേ. മഞ്ഞള് തേച്ചിട്ട് കുളിപ്പിക്കും. അതും ആദ്യം നല്ലെണ്ണ നെറുകയിൽ വെച്ചിട്ട് മഞ്ഞൾ തേച്ചിട്ട് കുളിപ്പിക്കും. അത് ആദ്യം ചെയ്തിട്ടാണ് ഞങ്ങൾ ശ്രദ്ധയെ ഒരുക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ചടങ്ങുകൾ ഓരോന്നായിട്ട് നമുക്കിപ്പോൾ കാണാം. അതിൽ വളരെ രസകരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് ശ്രദ്ധയുടെ കയ്യിൽ ഒരു ഗോതമ്പും ഉഴുന്ന് പിന്നെ തൈര്, ഇത് 3ഉം കൂടെ കൊടുത്തിട്ട് അതിങ്ങനെ കഴിക്കാൻ പറയും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് വിഷ്ണുവിന് ഇഷ്ടമുള്ളത്. ഇതെല്ലാം വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പം വയറ്റിൽ വിഷ്ണു ആണെന്ന് സങ്കല്പിച്ചിട്ടാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെ 3 തവണ ഇത് കഴിക്കാൻ പറയും അല്ലെ. അത് കഴിക്കും. ആയുർവേദത്തിൽ നസ്യം എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? അതായത് നാഡീ സംബന്ധമായിട്ടുള്ള അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി ആയുർവേദത്തിൽ ഒരു ക്രിയ നടത്താറുണ്ട്. അപ്പം ഈ ചടങ്ങിനിടയിലും അങ്ങനെ ഒരു സംഭവം നടത്താറുണ്ട്. അതായത് നമ്മുടെ കറുകപ്പുല്ലും പിന്നെ കറുകപ്പുല്ലും പാലും കൂടെ ചതച്ചിട്ട് അതെ അത് കിഴികെട്ടി ഇവരുടെ മൂക്കില് പിഴിയുന്ന ഒരു ചടങ്ങുണ്ട്. ഹസ്ബൻഡ് വൈഫിന്റെ മൂക്കില് പിഴിഞ്ഞു കൊടുക്കും. അത് വലിച്ച് ഭാഗത്തേക്ക് എടുക്കണം എന്നുള്ളതാണ് ഇത്. എന്ന് വെച്ചാൽ അതിലെല്ലാ ഔഷധ ഗുണങ്ങളും ഉണ്ട് ഈ കറുകപ്പുല്ലില്. അപ്പൊ ഇത് ചതച്ച് കിഴികെട്ടി അത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു കുട്ടി ഉണ്ടാവും. മാത്രമല്ല പ്രത്യേകിച്ച് നാഡീ സംബന്ധമായിട്ടുള്ളത് ബ്രെയിൻ കണക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ഈ സംഭവം കൊണ്ടുപോയി ചതയ്ക്കുന്നത് ഒരു പെൺകുട്ടി ആയിരിക്കും. അതായത് കല്യാണ പ്രായം എത്തിയ ഒരു പെൺകുട്ടി. അതെന്താന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് നല്ലൊരു കല്യാണ ആലോചന വരാനും കല്യാണം നടക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്
എന്നാണ് ഇതിന്റെ കൂടെ പറയുന്നത്. രസകരമായിട്ടുള്ള ഒരു കാര്യം, അതെ. അതേ ഉള്ളൂ. ഇവിടെ ആരൊക്കെയാ ചെയ്തത്? നമ്മുടെ ശ്രേയയും നന്ദുവും അല്ലേ? നന്ദുവും കൂടെയാണ് ഇത് ചെയ്തത്. അവർക്ക് കുട പിടിച്ച് കൊണ്ടുപോകണം എന്നുണ്ട്, കാരണം അവർ VIP ആണല്ലോ. അതെ, ഈ 2 പെൺകുട്ടികളില്ലേ ചതയ്ക്കാൻ കൊണ്ടുപോകുന്ന ഈ പെൺകുട്ടികൾക്ക് കുട പിടിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അത് പറയുന്നത് എന്താ വെച്ചാല് പെട്ടെന്ന് മഴയൊക്കെ വന്നാൽ ഈ കറുകപ്പുല്ലിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഫ്രഷ് ആയിട്ട് തന്നെ അതിനാണ് ഈ കുട പിടിച്ച് കൊണ്ടുപോകുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ അവര് VIPs ആയിട്ടാണ് പോയി അതൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. Mukardara, Palamari, Mukardara. Lagi kan tuh satu putih. Nanti mau dicoba, udah taruh aja. Kirisini kurukolnya orangnya yang kasih. Ani nandu hatan yang Dirpanggur aja yang satu coba dudaimun satu coba tengkat nang kambil tadi yang lagi terdaga mati aja nih sini kain do yang cabona. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത് മുള്ളം പന്നിയുടെ മുള്ളും പിന്നെ എന്തായിരുന്നു അത്തിപ്പഴത്തിന്റെ ഒരു കുലയും കൂടെ കെട്ടിവെക്കും. എന്നിട്ട് ആ മുള്ളം പന്നിയുടെ മുള്ള് ഉപയോഗിച്ചിട്ട് ഈ ശ്രദ്ധയുടെ ഹസ്ബൻഡ് അഭിമന്യു ശ്രദ്ധയുടെ നെറ്റിയിൽ ഗായത്രി മന്ത്രത്തിന്റെ മൂലമന്ത്രം ഇങ്ങനെ ഇവിടെ എഴുതും. അത് എന്താന്ന് വെച്ചാൽ ഗായത്രി ദേവി മാതാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. അത് മകന് അതിന്റെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഈ ഇത് രണ്ടും കെട്ടിയ ഈ ഒരു മുള്ളെടുത്തിട്ട് തലയിൽ ചൂടും. ചടങ്ങ് കഴിയുന്നത് വരെ അതവിടെ വെക്കണം എന്നാണ്. അതെന്താന്ന് പറഞ്ഞാൽ മുള്ളം പന്നിയുടെ മുള്ള് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്ത്തിന്റെ ഒരു പ്രതീകമാണ് അല്ലേ. അപ്പോൾ ഇത് ഈ മോള് പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, പ്രസവ സമയത്താവട്ടെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും ഭയക്കാതിരിക്കാൻ വേണ്ടിയാണ് മുള്ളം പന്നിയുടെ മുള്ള് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. മുള്ളം പന്നിയുടെ മുള്ള്
നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 3 ചടങ്ങ് നടത്തുന്നതെന്ന്. അതായത് ആദ്യം വംശവനം, പിന്നെ ശീമന്തം, വിഷ്ണുബലി. അപ്പൊ ഈ വിഷ്ണുബലിയിൽ വരുന്ന എന്താന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ 81 ഉപദേവതകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വിഷ്ണുബലി നടത്തും. ഏത് ബലിയാണെങ്കിലും അതിൽ ചോറ് നമ്മളിങ്ങനെ വെക്കാറുണ്ടല്ലോ. അപ്പൊ 81 കളങ്ങൾ ഇട്ടിട്ട് ആ 81 കളത്തിലും കുറച്ച് ചോറ് ഇങ്ങനെ വെക്കും, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, വിഷ്ണുബലി. അപ്പോൾ ആ ഒരു ചടങ്ങും ഇതിനോടൊപ്പം നടന്നു. അതും നിങ്ങൾ കാണും. ഇനിയപ്പോൾ ഒരുവിധം ചടങ്ങുകളൊക്കെ അവസാനിച്ചു. പിന്നെ ഇനിയുള്ളത് വന്ന അതിഥികളെല്ലാം ഈ മോളെ കണ്ടിട്ട് മോൾക്ക് സിന്ദൂരം തൊടുന്നതും അക്ഷത ഇടുന്നത്, പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്, സ്വീറ്റ്സ് വെക്കുന്നത്, ഇതൊക്കെയാണ്. അതോടൊപ്പം അതിനിടയിൽ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പെൺകുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് കുട്ടികളുടെ ഫോട്ടോഷൂട്ട്, ഫാമിലിയിലുള്ള നമ്മുടെ ഫോട്ടോഷൂട്ട്, വന്ന ആൾക്കാരെ എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കല് അല്ലേ, നല്ല രസമായിരുന്നു. ആ ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളും ആ സംഭവങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരൂ. പിന്നെ ആ വീട് ഇത്രയും നന്നായിട്ട് അലങ്കരിച്ച അവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പം അവര് ആരായിരുന്നു അത്? നരസിംഹ. അവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ സദ്യ എല്ലാം നന്നായിരുന്നു. സദ്യയുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരൂ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അവൻ നോക്കണം അവനോട്.
ഫംഗ്ഷൻ നടന്നത്. ബാക്ക്ഡ്രോപ്പൊക്കെ ഇങ്ങനെയാണ് വെച്ചത്. അതൊക്കെ ഇപ്പം മാറ്റിയപ്പം ഇങ്ങനെയാണ് വീട്. എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷൻ? എല്ലാവരും വന്ന് വിളിച്ചത്, എല്ലാവരും വന്നു. നന്നായി നടന്നു ഫംഗ്ഷനെല്ലാം. ഭയങ്കര ഒരു ഫീലിംഗ് അല്ലേ? നല്ലൊരു അനിതയുടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഈ ഫംഗ്ഷൻ നടത്താൻ സാധിച്ചതും വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബോറടിച്ചോന്ന് അറിയില്ല അല്ലേ? എന്തായാലും ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും വലിയ സന്തോഷം ഇങ്ങനൊരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും. നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പർ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിലിട്ട ഫോട്ടോസൊക്കെ എല്ലാവരും ഒരുപാട് കമൻസും അവരുടെ പ്രേയേഴ്സും ഒക്കെ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നു, എല്ലാവരും ശ്രദ്ധിക്കുന്നു, നമുക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അത് സമയം കണ്ടെത്തുന്നു എന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം. എല്ലാവരും ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കണം. ഞങ്ങളും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.